പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ നാൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രാഗൺ ചിക്കനാണ്. ചിക്കനൊക്കെ ഞാനിവിടെ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബോൺലെസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പം ഏകദേശം ഒരു 1/2 കിലോളം വരും എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഒരെണ്ണം മേടിച്ചതിനകത്ത് നിന്ന് കറി വയ്ക്കാൻ എടുത്തിട്ട് കുറച്ച് ഞാൻ പിന്നെ വിത്ത് ബോൺ പീസസ് എടുത്ത് വെച്ചിരുന്നതാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് കൊണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. കളറ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണം. പിന്നീട് സോസൊക്കെ ചേർക്കുമ്പം ഉപ്പ് കൂടുതലാണോ കുറവാണോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു ഇച്ചിരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും ഒരു കുറച്ച് നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഡാർക്ക് സോയാണ് എടുത്തേക്കുന്നത്, അതും കൂടി ചേർത്ത് എടുത്തിട്ട് പിന്നെ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ വരും. മുട്ട വേണ്ടാത്തവരാണെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറും എല്ലാം ചേർക്കുമ്പം നമുക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി യോജിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഓവർനൈറ്റൊക്കെ വെക്കാൻ പറ്റിയത് അത്രയും നല്ലതാണ്. ചിക്കൻ അത്രത്തോളം ടെൻഡറാവും, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് വെച്ചേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞത് ഞാൻ പുറത്തെടുത്ത് ഫ്രിഡ്ജിലാണ് വെച്ചത്, പുറത്തല്ല കേട്ടോ വെച്ചിരുന്നത്, ഫ്രീസറിലല്ല, താഴെയാണേ. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ചിക്കനൊക്കെ വറുത്ത് കോരിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാനായിട്ട്. സാധാരണ ചൈനീസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് അത്രത്തോളം ഫ്ലെയിം ഇങ്ങനെ കൂട്ടി ചെയ്യാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ചെയ്യുന്ന വേറൊരു രീതി ഉണ്ടല്ലോ, അതാണല്ലോ. ഞാനിപ്പം കൂടെ തന്നെ നിന്നിട്ട് തീ മീഡിയത്തിലും ഹൈയിലും ആയിട്ട് കൺട്രോൾ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു വെന്തം കിട്ടണം. എന്നാൽ പുറം ഭാഗമൊക്കെ ഒരുമാതിരി ക്രിസ്പി ആയിരിക്കുകയും വേണം. അപ്പോൾ ആ ഒരു പരുവം ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കുവാണ്. നമ്മളങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളല്ലാതെ തീ കൂട്ടിയിട്ടിട്ട് അങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അങ്ങനെ ആ ഒരു ബാച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ബാച്ചും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പം കുറച്ചായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ല നല്ല കമൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ നല്ല കൂട്ടുകാരെയൊക്കെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തെടുക്കുന്നതാണ് കേട്ടോ ഓരോ വീഡിയോസും. ഇനി നമുക്ക് ഈ ഒരു ബാച്ചും കൂടി കോരിയെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലേറ്റിൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്കും ഇഷ്ടമാവുമേ. അങ്ങനെ ഇനി അടുത്ത് നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ വലിയ അല്ലി വെളുത്തുള്ളിയാണ് എൻ്റെ കയ്യിൽ ഇപ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പം വെളുത്തുള്ളിയുടെ ഒരു മണം കുറച്ച് കൂടുതൽ കിട്ടണം. അത് ജൂലിയൻ കട്ടെന്ന് പറയും ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുന്നതിന്. ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നൊരു പകുതി ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ അല്ലികളുണ്ടല്ലോ ഇതുപോലെ അങ്ങനെ അടർത്തി ഇടണം. അതാണ് കാണാനും ഭംഗി. ഇപ്പോൾ തീ ഞാൻ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കശുവണ്ടി പരിപ്പാണ്. അത് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത്രയും തന്നെ ചേർക്കണമെന്നില്ല, പേരിനൊന്ന് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രാഗൺ ചിക്കനിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ ഒരു കാഷ്യൂ നട്ട് എന്ന് പറയുന്നത്. ഓരോ ടേബിൾ സ്പൂൺ വീതം ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെയും അതുപോലെ തന്നെ സവോളയുടെ ഒന്നും ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. പിന്നെ കളറിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കളർ വേണമെന്നുള്ളവർക്ക് കളർ ചേർക്കാം. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അജിനോമോട്ടയൊക്കെ ചേർക്കും. നമ്മൾ വീട്ടിലാവുമ്പം കുറച്ചും കൂടി ഹെൽത്തി ഫുഡാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ പീസസും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കോൺഫ്ലോറും കൂടി കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ചും കൂടി നീട്ടിയെടുക്കണമെന്നുള്ളവർക്ക്, കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ഒരുപാട് ഗ്രേവി അങ്ങ് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് ഏറ്റവും ലാസ്റ്റ് കുറച്ച് വെളുത്ത എള്ളുണ്ടല്ലോ
അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഡ്രാഗൺ ചിക്കനിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത 2 ഐറ്റംസ് എന്ന് പറയുന്നത് ഈ വെളുത്ത എള്ളും പിന്നെ അതുപോലെ തന്നെ ഈ കശുവണ്ടി പരിപ്പാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനെ കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.